മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. പുട്ട് പറിക്കാനകത്ത് ഇട്ട് വെക്ക്. ചായ പിന്നെ ഉണ്ടാക്കാം. എന്നുവെച്ചാൽ എല്ലാരും വരുമ്പോഴത്തേനൊക്കെ മതിയല്ലോ. നമുക്ക് നാളെ കഴിഞ്ഞ് പടവലത്തൊന്ന് പോണം. அம்மா நானும் அது சொல்லறதுக்கு இருந்தேன் அம்மா. ரொம்ப நாள் ஆச்சுல போயிட்டு. അതെ, ആ ഉമേഷിനെ കൊണ്ട് തന്നെ അവിടുത്തെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. അവൻ 24 മണിക്കൂറും കള്ളും കുടിച്ചിങ്ങനെ നടക്കുമല്ലോ. പിന്നെ കേശുവിനെ അവിടോട്ട് കൊണ്ട് നിർത്തിയാലോ എന്ന് ഞാൻ ആലോചിക്കുക. அது வந்து ரொம்ப நல்ல ஐடியா அம்மா. ഏത് വന്ന് ரொம்ப നല്ല ഐഡിയ എന്ന് കനാൻഡി? നിനക്കെന്താ പടവലത്ത് പോയി നിന്നാലേ? പടവലത്ത് പോയി നിന്നാലേ? ആ, പടവലത്ത് പോയി ഞാൻ വേണമെങ്കിൽ നിൽക്കാം. പക്ഷെ ആരപ്പോ കോളേജിൽ പോവും? என்னடா இது, காலேஜ் முடிச்சதுக்கு அப்புறம் போலாம்ல. എടാ, വെള്ളിയാഴ്ച വൈകിട്ട് അങ്ങോട്ട് പോയിട്ട് തിങ്കളാഴ്ച രാവിലെ നിനക്കിങ്ങ് പോരാമല്ലോ. ഓഹോ, ഇപ്പൊ നൈസില് എന്നെ ഇവിടുന്ന് പാക്ക് ചെയ്യാനുള്ള പരിപാടിയാണല്ലേ? അതല്ല മോനെ, ഉമേഷിനെ കൊണ്ട് മാത്രം അവിടുത്തെ കാര്യങ്ങളൊന്നും നോക്കി നടത്താൻ പറ്റത്തില്ലടാ. മക്കൾക്കാവുമ്പോ കുറച്ച് ഉത്തരവാദിത്തമൊക്കെ ഉണ്ടല്ലോ. അത് ശരിയാണ്, കുറച്ച് ഉത്തരവാദിത്തമൊക്കെ ഉള്ള ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ. ശരി അമ്മൂമ്മ, അതിപ്പോ ഞാൻ സമയം പോലെ എന്തിനാന്ന് ചെയ്തോളാം. ഞാൻ എന്റെ പ്ലേറ്റ് മുടിച്ചോണ്ട് കുറഞ്ഞിട്ട് നിപ്പുണ്ട്. അമ്മൂമ്മ, പുട്ട് കറി എന്തിന്? കടലക്കറി. കടലക്കറിയാ? പുട്ടും കടലക്കറിയോ? ആ പുട്ടും കടലക്കറി നീ കേട്ടിട്ടില്ലേ? എന്തോന്നത്? അത് കുട്ട. മുട്ടക്കകത്ത് എന്തോന്ന്? അത് മുട്ട. ഓഹോ, എന്തരമ്മൂമ്മ അത്? പോയി അടയിരുത്തി വിരിയിക്കാൻ വെച്ചേക്കണ? അങ്ങനെ തോന്നിയോ നിനക്ക്? പിന്നല്ലാതെ പിന്നെ. ഞാൻ ഇന്നലെ എന്തും പറഞ്ഞോണ്ടാണ് 10-12 മുട്ട മേടിച്ചിട്ട് വന്നത്. എന്തും പറഞ്ഞോണ്ടാ? എനിക്ക് രാവിലെ അപ്പവും മുട്ടക്കറി ഉണ്ടാക്കി തരണം എന്നല്ലേ? മെനു ഞങ്ങൾ അങ്ങ് മാറ്റി. എന്തായാലും മാറ്റിയെന്ന്? മെനു ആരോട് ചോദിച്ചിട്ട് മെനു മാറ്റിയത്? ആരോട് ചോദിക്കണം? അതങ്ങനെ മെനു മാറ്റണ എന്തിന്? എടാ, സിദ്ധുവിന് പുട്ടും കടലക്കറിയും മതിയെന്ന് പറഞ്ഞു. പിന്നെ അത് മാത്രമല്ല, ഭക്ഷണ കാര്യത്തിൽ മാറ്റം വരുത്താൻ കമ്മിറ്റിക്ക് അധികാരമുണ്ട്. കമ്മിറ്റിയുടെ അധികാരം അവിടെ നിക്കട്ട്, അളിയൻ എന്തിനു വേണമെന്ന് പറഞ്ഞെന്ന്? പുട്ടും കടലക്കറിയും. അളിയന്റെ ആഗ്രഹത്തിന് മാത്രം അപ്പൊ ഇവിടെ വിലയുള്ളൂ, എന്റെ ആഗ്രഹത്തിനൊന്നും വിലയില്ലേ? കൊള്ളാമല്ലോ അത്. ആഹാ, അളിയന് മാത്രം പുട്ടും കടലയും വേണമെന്ന് പറയുമ്പോ തന്നെ ഉണ്ടാക്കി കൊടുക്കണം. അപ്പൊ എനിക്ക് പിന്നെ അപ്പവും മുട്ടയും വേണ്ടേ? അമ്മൂമ്മക്ക് ഒരു കാര്യം അറിയൂ? എന്തുവാ? ചീറ്റിങ്. ആരെ ചീറ്റ് ചെയ്തു? അത്ര ചീറ്റിങ്. അമ്മൂമ്മ എന്നെയാണ് ചീറ്റ് ചെയ്തത്. എടാ, നിനക്കെന്താ ഇത് കഴിച്ചാലേ? എനിക്ക് കഴിച്ചാൽ പ്രശ്നമുണ്ട്. അപ്പവും മുട്ടക്കറി എന്ന് പറഞ്ഞ് സ്വപ്നം കണ്ട് കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ എണീറ്റിന് അപ്പവും മുട്ടക്കറി കഴിക്കാൻ വന്നപ്പോ പുട്ടും കടല എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും അറിയോ? നമ്മുടെ ആഗ്രഹത്തിനൊന്നും ഇവിടെ വിലയില്ല. നീ ഒന്ന് ശ്വാസം വിട്. വേണ്ട. എടാ, ഇത് ചീറ്റിംഗ് ഒന്നും അല്ല. അളിയനൊരു ആഗ്രഹം പറഞ്ഞപ്പോ അതങ്ങ് ചെയ്തു കൊടുത്ത്. നിന്റെ ആഗ്രഹം നാളെ രാവിലെ സെറ്റ് ചെയ്ത് തരാം. ഓ അങ്ങനെ. ഇന്നലെ അളിയന്റെ ആഗ്രഹം പോലെ എന്തായിരുന്നു അളിയൻ ഉണ്ടാക്കി കൊടുത്തത്? പൂരി മസാല. മെനഞ്ഞാൻ അളിയന്റെ ആഗ്രഹം പോലെ അളിയൻ ഉണ്ടാക്കി കൊടുത്തത് ഇഡലി സാമ്പാറും. അതിന്റെ തലേന്ന് പൊറോട്ട ബീഫ്. അപ്പൊ പിന്നെ എന്റെ ആഗ്രഹത്തിനോട് ഒരു വിലയില്ലേ? തൽക്കാലം ഇപ്പൊ വിലയില്ല. അളിയന്റെ ആഗ്രഹത്തിന്റെ വിലയൊക്കെ കഴിഞ്ഞിട്ട് നിന്റെ ആഗ്രഹത്തിന് ഇവിടെ വിലയുള്ളൂ, അല്ല അമ്മൂമ്മ? ഞാൻ ഇപ്പൊ ഒന്നും പറയണില്ല. എന്തിന്? അതെ, സിദ്ധുമോനല്ലേ ഇപ്പൊ ഇവിടുത്തെ തലമൂത്താള്. മൂത്താള്. ഈ തലയേക്കാള് മൂത്താണോ ആ തല? டேய், தலை வந்து என்னோட உசுரு. அந்த தலைய பத்தி ஒரு வார்த்தை கூட சொல்லக்கூடாது. ആ തലയല്ല ഈ തല. ഞാൻ ഉദ്ദേശിച്ചത് തല മണ്ട. ഇത് ഉമ്മ, അളിയനെ ഷൂന്ന് പറഞ്ഞങ്ങ് പോവും. അവസാനം ഈ കേശുവേ ഉണ്ടാവുള്ളൂ ഇവിടെ. കേശു പടവലത്തും പോവും. ചിരിക്കണ ചിരി 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 ചിരി. പുട്ടും കടലല്ലേ? എനിക്ക് വേണ്ട പുട്ടും കടലേ. എടാ, കഴിച്ചിട്ട് പോടാ. വേണ്ടെന്ന് പറഞ്ഞാൽ ഞാനങ്ങ് പോന്ന് വിചാരിച്ചാ. പുട്ടും കടലേ. പപ്പടം ഉണ്ടാ? പപ്പട സിദ്ധുവിന് ഇഷ്ടമല്ല. പപ്പടം പുട്ടിന്റെ കൂടെ സിദ്ധുവിന് ഇഷ്ടമല്ല, അതുകൊണ്ട് ഉണ്ടാക്കില്ല. എനിക്ക് എന്നാ പപ്പടം ഇഷ്ടമല്ല, വേണ്ട. കഴിക്കണ്ടോ? പിടിക്കട്ടെ. ഓ, ചെറുക്ക, മൊത്തം വെട്ടി വിഴുങ്ങരുതിട്ടാ. സിദ്ധുവിനെ കൊണ്ട് ഒറ്റയ്ക്കൊക്കെ ബാക്കി വെക്കണം. വേണമെങ്കിൽ രാവിലെ എണീറ്റ് വരാൻ പറയണം. അല്ലാതെ കുട്ടി വെയിലെടുക്കുന്നതിനോട് കിടന്നുണ്ടാക്കി കുട്ടി കാണൂലെന്ന് പറയണം. അല്ല പിന്നെ അമ്മൂമ്മ, ഒരു മുട്ട എടുത്തു തരാം. ഓംപ്ലേറ്റ് എടുത്തു തരാൻ പറ്റുമോ? അടിച്ചു തരാം. അയ്യോ, മുട്ട ഒന്നും ഉണ്ടാക്കല്ലേ. മുട്ടയുടെ മണം അടിച്ചാടല്ലോ സിദ്ധുവിന് ആ പുട്ട് കഴിക്കാനുള്ള മൂടങ്ങ് പോകും. മുട്ട കഴിച്ച
ആ അളിയാ ആ അളിയാ. ഇവിടെ ഇരിപ്പുണ്ടായിരുന്ന ഓ ഏ അളിയാ ഉം. പുട്ടും കടലയും കഴിച്ചായിരുന്നു? ആ ഞാൻ കഴിച്ചാ. നീ കഴിച്ചില്ലേ? കഴിച്ചു അളിയന് പപ്പടം അത്ര അങ്ങോട്ട് ഇഷ്ടമല്ലേ അല്ലേ? പപ്പടം എനിക്ക് പുട്ടിന്റെ കൂടെ വർക്കല്ല, പക്ഷെ പായസത്തിന്റെ കൂടി സെറ്റാണ്. സെറ്റ്. അളിയ ഇനി അപ്പവും മുട്ട എങ്ങനെയാണ്, ഇഷ്ടമാണോ? അപ്പം മുട്ടയും കുഴപ്പമില്ല. നമുക്ക് നാളെ അപ്പം മുട്ട ആക്കിയല്ലേ? വേണ്ട വേണ്ട വേണ്ട. ഇടിയപ്പം ഞാൻ ഓൾറെഡി ലച്ചൂസിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. നാളത്തേക്ക് നാളത്തേന് ലച്ചൂസിന്റെ അടുത്ത് പറഞ്ഞു. ലച്ചസിന്റെ അടുത്ത്. ആ ശരി. ഇടിയപ്പവും ഇടിയപ്പവും സ്റ്റ്യൂ. എന്തേലും മാറ്റണോ? വേണ്ടേ വേണ്ട. അല്ല പറയണം കേട്ടോ എന്തേലും ഉണ്ട്. പിന്നെ അളിയാ, നിനക്കിന്ന് വേറെ പരിപാടി ഒന്നും ഇല്ലേ? ഇതുവരെയും വേറെ പരിപാടിയൊന്നുമില്ല. ഏതായാലും വള്ളി പിടിക്കണം. വള്ളി പിടിക്കണമെന്നോ? ഞാൻ അളിയന്റെ അടുത്ത് എപ്പോഴും ചോദിക്കണമെന്ന് ഓർക്കുന്ന, നീ എങ്ങനെയാണ് ഈ വള്ളി തെരഞ്ഞു പിടിക്കുന്നത്? അയ്യോ, അത് എന്റെ പ്രത്യേകതയല്ല, നമ്മുടെ വീട്ടുകാരുടെ മൊത്തം പ്രത്യേകതയാണ്. എവിടൊക്കെ വള്ളിയുണ്ടോ അതൊക്കെ പിടിച്ചോണ്ട് വരും. പേടിക്കണ്ട, അളിയനും അധികം വൈകാതെ ട്രാക്കി വരും. വരും. നിന്റെ പഠിത്തമൊക്കെ കഴിയാറായി. ആയി, നോക്കാം. എന്താണ് ഇവിടെ വന്ന് നിക്കണേ? പടം വല്ലതും വരച്ചാ? അയ്യ, കിണിയണ്ട. ഇങ്ങോട്ട് നോക്കട്ടെ. അളിയാ, ഈ പടം എങ്ങനെ ഉണ്ടെന്ന് നോക്കിയേ. ആറോളി മരിച്ച സംഭവം പൊളിച്ച് സൂപ്പർ ആയിട്ടുണ്ട്. ഞാനല്ലേ ഇവിടുത്തെ പിക്കാസ്. എന്റെ അളിയ പിക്കാസ് അല്ല, പിക്കാസോ. പാബ്ലോ പിക്കാസോ, ലോകത്തിലെ ഏറ്റവും വലിയ ചിത്രകാരന്മാരിൽ ഒരാൾ. ആൾ എവിടെന്നറിയാവോ? ഫ്രം സ്പെയിൻ. അത് ഒരു രാജ്യമാണ്. നല്ല ആളെടുത്ത ആളെയാ പറഞ്ഞു കൊടുക്കണേ. ഇപ്പൊ എല്ലാം കേറുക തലക്ക്. എനിക്കെന്താ പറഞ്ഞു തന്നൂടെ? അതെ, പറഞ്ഞു തന്നൂടെ. കേശുടിയാ, നീ നോക്കിക്കോ, പാറവളിയം വലുതാവുമ്പോ വലിയൊരു ചിത്രകാരിയാവും. എന്നിട്ട് നമുക്ക് എക്സിബിഷൻ ഒക്കെ നടത്താം കേട്ടോ. എല്ലാം നടക്കും. അതായത് നോക്കട്ടളിയാ, പടം എടുത്തേ. എടേ പറയ സ്ഥിരം സാധനം തന്നെയല്ലേ? 2 മല, നടുക്കൊരു വീട്, അപ്പുറത്തൊരു സൂര്യൻ, 5 കാക്ക. ചേട്ടനെ കളിയാക്കല്ലേ? കേശവനാണെങ്കിൽ ഒരു കഴിവില്ലാത്തോണ്ട് എപ്പോഴും എന്നെ കളിയാക്കിയോണ്ടി. ഹലോ, എന്താണാവോ പറഞ്ഞത്? ഞാൻ അങ്ങോട്ട് കേട്ടില്ല. കേക്കണ്ട. ചേട്ടനാണെങ്കിൽ ഒരു വൈബും ഇല്ല. സിദ്ധോടെയാണ് പൊളി വൈബ്. പോട്ടെ, അതൊക്കെ ഇവിടെ ഞാൻ ക്ഷമിച്ച. അളയാ, ആ പടം കൂടെ നോക്കട്ടെ. വേണ്ട. നോക്കട്ടെ ചേട്ടൻ നോക്കണ്ട. എടി, നീ വരച്ച പടമല്ലേ, നോക്കട്ടെ. വേണ്ട, സിദ്ധോടെ മാത്രം നോക്കിയാ മതി. ചേട്ടൻ എന്നെ കളിയാക്കിയതല്ലേ? അല്ലേ വന്നേ ചോദിക്കട്ടെ, ഇങ്ങനെ പടം വരച്ചോണ്ട് മാത്രം ഇരുന്നാ മതിയോ? സ്കൂളിലൊക്കെ പോണ്ടേ? എന്താ കിളിക്കുന്നേ? സ്കൂളിൽ പോണം. സ്കൂളിൽ പോയിട്ട് നമുക്ക് പടമൊക്കെ വരയ്ക്കാം. പാറുവളി നീ പടം വരച്ചതിന് ഗിഫ്റ്റ് ആയിട്ട് ഞാൻ ഒരു ചോക്ലേറ്റ് മേടിച്ചു തരും. ഇനി ഞാൻ മച്ചനെ, ഞാൻ മനഃപൂർവ്വം അങ്ങോട്ട് ഇറങ്ങാത്തതല്ല. എടാ അളിയ, നല്ല തിരക്കാടാ ഇവിടെ, നല്ല തിരക്കാ. ഞാനിവിടെ അളിയന്റെ വീട്ടിലുണ്ട്. ഇവിടെ പിള്ളേരെല്ലാം കൂടെ ആയിട്ട് അടിപൊളിയാടാ. എല്ലാവർക്കും എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇറങ്ങടാ, ഉറപ്പായിട്ടും അങ്ങോട്ട് ഇറങ്ങാം. നമുക്കൊരു ദിവസം ഇരിക്കാം. ഇന്നെന്താണെങ്കിലും പറ്റത്തില്ല. ഓ നിനക്ക് പിക്കാസോ ആരെന്ന് അറിഞ്ഞൂടല്ലേ? ഞാൻ എന്ന് മക്കൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നല്ലോ പിക്കാസോ ആരെന്ന്. എടീ, ഞാൻ വൃത്തിക്കെന്ന് പറഞ്ഞു തന്നല്ലേ? നീ ഇതേപോലെ ഞാൻ അന്ന് പറഞ്ഞപ്പോ അന്തം വിട്ട് നോക്കിയെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു തന്നു, പിക്കാസോ സ്പെയിനിലെ വളരെ നല്ലൊരു ചിത്രകാരനാണ്, അല്ല ലോകത്തിലെ ഏറ്റവും വളരെ നല്ലൊരു ചിത്രകാരനാണ്. പിന്നെ ക്യൂബിസം എന്ന് പറഞ്ഞ ചിത്രരചനാ രീതി കണ്ടുപിടിച്ചത് അദ്ദേഹമാണെന്നൊക്കെ. ചേട്ടനപ്പ പറഞ്ഞു തന്നു. സിദ്ധോളി മാത്രമേ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ. ഈ ഗൂർണിക്ക എന്ന് പറഞ്ഞ പ്രശസ്തമായ ചിത്രം വരച്ചത് അദ്ദേഹമാണെന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. എപ്പോ? ഓഹോ, നീ നൈസിൽ വാരിയാണല്ലേ. മനസ്സിലായി. ഏട്ടനാണെന്ന് പറഞ്ഞ എന്നിട്ട് ഒന്നും പറയണ്ട. ചിരിച്ചിരിച്ച് ഒരു വഴിക്കായി. ഇത് കൂടാതെ വേറൊരു കഥയുണ്ട്. അറബി ഒട്ടവും പിന്നെ സിദ്ധു. ഇത് കേട്ടാ ചിരിച്ച് ചാവും. കേട്ടിട്ട് ഞാനും അറബിയും കൂടെ അറബിയുടെ വീട്ടിലെ സിറ്റ് ഔട്ടിലേക്ക് ഇരിക്കുവോ.
സിധു അങ്ക സിറ്റ് ഔട്ട് എല്ലാം இருக்கா? സിറ്റ് ഔട്ട് ഇല്ലാതിരിക്കും, എല്ലാ വീട്ടിലും സിറ്റ് ഔട്ട് ഇല്ലേ? ഈ ആന്റിയുടെ ഒരു കാര്യം. അയ്യോ എന്നിട്ടൊന്നും പറയണ്ട. പറ. അയ്യോ എന്നിട്ട് സിരിപ്പ പോരെ. അയ്യോ വീട്ടിൽ മാറിയിട്ട് അറിയാണ്ടോ ഓരോരോ കാര്യങ്ങള്. ആന്റി അമ്മൂമ്മ വിളിക്കുന്നുണ്ട്. 5 നിമിഷം ഇപ്പൊ പറ മുടിക്കട്ടു. சொல்லு சொல்லு. ആ ആന്റി അങ്ങോട്ട് പോയില്ലെങ്കിൽ അമ്മൂമ്മ ഇങ്ങോട്ട് വരുവേ. ஓ நான் இப்ப போயிட்டு வரேன், அதுக்கப்புறம் இது முடிக்கணும். Done. ஷூ. ஐயோ சித்துவோட காமெடி கேட்கணும்டா. சிரிச்சு சிரிச்சு வயத்தெல்லாம் வலிக்குது. ஐயோ சித்துவோட காமெடிக்கு முன்னால நீ சொல்ற காமெடி எல்லாம் சப்படா. நினைச்சாலே சிரிப்பு சிரிப்பா வருது. ஐயோ எவ்வளோ காமெடி. ചപ്പക്കോ ആ ശരി തന്നെ. അളിയൊരു കോമഡി പീസ് ആണല്ലോ. ഒന്നുമില്ല. എന്താമ്മായി? നീ അല്ല ആരവിടെ ഫുള്ള് കോമഡിയാണ്. എന്തുവാ കഥ പറയണമെന്ന് അറിയാൻ ദുബായ് കഥകൾ. ദുബായ് കഥ എന്നാ പറ, ഞാനിവിടെ കേക്കട്ടെ. പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ലച്ചൂസേ. അത് പറ കേക്കാലോ. അയ്യോ സിദ്ധോളിയാ, ഓ എനിക്കൊരു ആഗ്രഹമുണ്ട്, ഞാൻ അത് പറയട്ടെ? പറയടാ. അളിയാ അന്ന് ഞാൻ പറഞ്ഞയാ ഉം. എനിക്ക് ഗൾഫിൽ പോണം അളിയാ. ഗൾഫിലാ? ഇപ്പൊ പോകാനുള്ള കാരണം എന്തുവാ? അവിടെ പോയി കഴിഞ്ഞാൽ പഠിക്കണ്ട, ജോലി ചെയ്താൽ മാത്രം മതിയല്ലോ. ഇവിടെ ആണെങ്കിൽ പഠിക്കണം, പിന്നെ ഹോംവർക്ക് ചെയ്യണം, സ്കൂളിൽ പോണം. അവിടെ ആണെങ്കിൽ ജോലി ചെയ്താൽ മതി. മാഡം എന്തിനാ പോകുന്നത്? ജോലിയാണോ? എന്ത് ജോലി? ആഹാ, അച്ഛനവിടെ ഒട്ടകത്തിനെ കറക്കലാണ് പണിയുന്ന മോളുടെ അടുത്ത് ആരാ പറഞ്ഞേ? എല്ലാരും പറഞ്ഞോ? ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്നെ പോലെ അവിടെ വന്ന് ഒട്ടകത്തെ കറക്കണായിരിക്കും, ജോലി ചെയ്യണം അല്ലേ? പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്തുവാ? അവിടെ ഒട്ടകത്തിനെ കറക്കാൻ ജോലി കിട്ടണമെങ്കിൽ പഠിക്കണം. പഠിപ്പുള്ളവർക്ക് മാത്രമേ അവിടെ ജോലി കിട്ടത്തുള്ളൂ. പക്ഷെ ഇവിടെ പശുവിനെ കറക്കണമെങ്കിൽ പഠിക്കണ്ടല്ലോ. അതിവിടെ, അതവിടെ ദുബായ്. ദുബായ് പഠിക്കണം മക്കളെ. കണ്ട, ഞാൻ അപ്പോഴേ പറഞ്ഞില്ല എനിക്ക് ഗൾഫിൽ പോണമെന്ന്. ഇവിടെ ഒരു നിമിഷം ഇങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റില്ല. എനിക്കും ഇവിടെ ഉണ്ടേച്ചി. ആ ഇവിടെ തന്നെ അങ്ങ് ഇരുന്നോ. നിങ്ങൾ ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തിന്? ഒരു വക പഠിക്കില്ലെന്ന് പറയാൻ വേണ്ടി. ഞാൻ പഠിക്കത്തില്ലെന്ന് എല്ലാവർക്കും അറിയാല. എന്തിനാ എപ്പോഴും ഇങ്ങനെ വിളിച്ചു പറയുന്നേ? വരെ വരെ ഒന്നും പഠിക്കുന്നില്ല നീ കൊച്ചു. മനുഷ്യനാണെങ്കിൽ പറഞ്ഞു പറഞ്ഞു മടുത്ത്. പാറോളിയും കൊച്ചു കുട്ടിയല്ലേ, വലുതാകുമ്പോ ശരിയാവും. അതൊക്കെ ശരിയാവും. ഇപ്പൊ ആ ടീച്ചർ വിളിച്ച് ഞാൻ എന്തൊക്കെ പറഞ്ഞെന്ന് അറിയോ? മനുഷ്യൻ നാണം കിട്ടാ പാട്. സിധു, നാളെ അവിടെ സ്കൂൾ വരെ ഒന്ന് പോകാൻ പറ്റുമോ? നാളെയോ? നോക്ക്, എനിക്ക് നാളെ കുറെ പരിപാടി ഉണ്ട്, അതുകൊണ്ടാ. അത് മാത്രല്ല, ആ ടീച്ചറിനെ ഞങ്ങളെ കണ്ട് കണ്ട് മടുത്ത്. ഞങ്ങളൊരു വിലയില്ല. ഇത്രയും പൊക്കവും മണ്ണുള്ള ഒരു മനുഷ്യൻ അങ്ങോട്ട് പോകുമ്പോ ടീച്ചറിന് കുറച്ച് റെസ്പെക്ട് ഒക്കെ കാണുമല്ലോ. ഓ അതുകൊണ്ട് ശരി, അങ്ങനെയാണെങ്കിലേ ഞാൻ നാളെ പോവാം. ഓക്കെ, എന്റെ റെസ്പോൺസിബിലിറ്റി ആണല്ലോ. ലെറ്റ് മീ ഹാൻഡിൽ ദിസ് കെയർഫുള്ളി. എന്താണ് പാറ കിടന്ന് ഓടിയത്? പാറ കിടന്ന് ഓടിയതാ? അവളുടെ ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്താ പറഞ്ഞേ? നിന്റെ അനിയത്തി പഠിപ്പിച്ചാന്ന് പറയാൻ വേണ്ടി. പാറുവാ? അതിനൊരു വഴിയില്ലല്ലോ. എടാ, ആ ടീച്ചർ എന്നെ ചീത്ത പറയാൻ വേണ്ടി വിളിച്ചതാ. നാണം കേട്ടാ ടീച്ചറിന്റെ മുമ്പില്. അങ്ങനെ പറ. ആ അപ്പൊ നാളത്തെ കാര്യം ഡീല്. ഓക്കെ, നാളത്തെ എന്ത് ഡീല്? എടാ പാറോളിന്റെ സ്കൂൾ വരുന്ന പോണം, ടീച്ചേഴ്സിനെ ഒക്കെ ഒന്ന് കാണണം, അത്രേ ഉള്ളൂ. അവളുടെ കാര്യം ശ്രദ്ധിക്കാൻ ഇപ്പൊ ഇവിടെ ആർക്കും നേരമില്ലല്ലോ. വേറെ പല കാര്യത്തിലാണല്ലോ ശ്രദ്ധ. ചേച്ചി എന്നെ ഉദ്ദേശിച്ചാണല്ലോ പറഞ്ഞത്. ഞാൻ എല്ലാരും ഉദ്ദേശിച്ചാ പറഞ്ഞ. അപ്പൊ എന്നെ ഉദ്ദേശിച്ചാ പറഞ്ഞ? ഞാൻ എന്ത് ചെയ്തു? എടാ, നീ ഇന്നലെ വന്നവനല്ലേ? ഇവിടെ വേറെ കുറെ ആൾക്കാരുണ്ടല്ലോ. നീ എന്തെങ്കിലും കഴിച്ചാ? ഇല്ല, കഴിക്കണം. എന്നാ ബാ, എടുത്തു തരൂ. ഓക്കെ, കഴിച്ചിട്ട് വരേ. ഞാനല്ലേ അവളുടെ ചേട്ടായി, എന്റെ അടുത്ത് പറഞ്ഞൂടി. ഇത്രയും കാലം ഞാൻ തന്നെയല്ലേ പോയിക്കൊണ്ടിരുന്നത്. ഫ്രണ്ട്സൊക്കെ അടിപൊളിയല്ലേ? ഫ്രണ്ട്സൊക്കെ അടിപൊളിയാ. പാറോളിന് അവിടെ ബോയ് ഫ്രണ്ട് ഒക്കെ ഉണ്ടോ? എങ്ങനാ? അപ്പൊ കുഞ്ഞിപ്പപ്പിയെ കണ്ടില്ലേ? കുഞ്ഞിപ്പപ്പി?
ആ കുഞ്ഞുപാപ്പി ആരാ? ഏ? കുഞ്ഞുപാപ്പി ആരാന്ന്? അതിന്റെ ബോയ് ഫ്രണ്ട്. ശരിക്കും? ഓ കൊച്ചു കള്ളി. ലച്ചൂസേ, അളിയാ ബാഗ് താ. ലച്ചൂസേ, ആ എത്തി. എന്താ പറഞ്ഞു സ്കൂളിൽ പോയിട്ട്? ടീച്ചറിനെ കണ്ടു, കാര്യങ്ങളൊക്കെ സംസാരിച്ചു. പിന്നെ അളിയൻ അവിടെ നേരത്തെ പോയതുകൊണ്ടേ എന്റെ അടുത്തൊന്നും ടീച്ചർ കാര്യമായിട്ട് പറഞ്ഞില്ല. അളിയനാ? ഏതളിയൻ? കേശോളിയൻ. കേശവനും വന്നു, സിദ്ധോളിയനും വന്നു. അപ്പൊ ടീച്ചർ ചോദിച്ച് കുടുംബക്കാരെ മൊത്തം എന്താ അങ്ങോട്ട് കൊണ്ടുവരാൻ ചെയ്യുന്നു. ഓ വന്നേ, എന്ത് നീ വാടാ. കാര്യം പറ. എന്താണ്? നീ പാറുവിന്റെ സ്കൂളിൽ പോയാ? പോയായിരുന്നു. ചേച്ചി ഞാൻ അങ്ങനെ പോണോന്ന് വിചാരിച്ച് പോയൊന്നുമില്ല. അതുവഴി അങ്ങനെ പോയ വഴിക്ക് എന്നാ പിന്നെ ശരി എന്നോട് പാറിന്റെ സ്കൂളിൽ ജസ്റ്റ് ഒന്ന് കയറി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് ഒക്കെ പറഞ്ഞിട്ടൊക്കെ വന്നു. ഞാൻ പറഞ്ഞു പാറിനെ നോക്കണം, കുറച്ചുകൂടെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു. അല്ലളിയാ, അളിയൻ ആ വഴിക്ക് പോകുമായിരുന്നെങ്കിൽ എന്റെ അടുത്തൊന്ന് പറയായിരുന്നു. ഇതിപ്പോ ഞാൻ വെറുതെ പോയ പോലെ ആയി പോയില്ലേ? അല്ലടേ, ഞാൻ അതുവഴി പോയ വഴിക്ക് ജസ്റ്റ് ഒന്ന് കയറിയെന്നേ ഉള്ളൂ. ഞാൻ പിന്നെ ആ സമയം വിചാരിച്ച അളിയനെ വിളിച്ച് പറയാന്ന്. പക്ഷെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി. എന്നാ പിന്നെ നിനക്ക് ഇവിടെ വന്നിട്ട് എന്റെ അടുത്ത് പറയായിരുന്നല്ലോ നീ പോയ കാര്യം. മറന്നുപോയി. എന്തൊരു ചേച്ചി, ഞാൻ അവിടുത്തെ സീരിയസ് ആയിട്ട് സംസാരിച്ചോണ്ട കാര്യങ്ങളൊക്കെ. എടാ നീ പോവായിരുന്നെങ്കിൽ വെറുതെ സിദ്ധുവിനെ പറഞ്ഞേക്കണ്ടായിരുന്നല്ലോ. ഇപ്പൊ എന്തൊരു കഷ്ടം അത്. അമ്മയെ ഞാൻ പോയി പോണ വഴിക്ക് ഞാൻ അവിടെ സ്കൂളിൽ കയറി. എന്റെ അനിയത്തിന്റെ കാര്യമല്ലേ, ഞാൻ പിന്നെ ഒന്ന് അന്വേഷിച്ചു പോയി. ഇപ്പൊ അതൊരു തെറ്റാണോ? പിന്നെ അനീതിയുടെ കാര്യം അന്വേഷിക്കുന്ന ഒരാള് എന്നിട്ട് അവളെ രണ്ടക്ഷരം ഇരുത്തി പഠിപ്പിക്കാൻ നിന്നെ കൊണ്ട് പറ്റാറില്ലല്ലോ. അവിടെ പിന്നെ ബാക്കിയുള്ള എല്ലാരും ഇരുത്തി ഞാൻ പഠിപ്പിക്കുകയാണല്ലോ. അല്ല ഈ പറയണ കേട്ടാലേ, അതെ ആ നിക്കണ അമ്മായി, അമ്മായിയെ എന്തെങ്കിലും ഒരു ആവശ്യം എന്ന് പറയുമ്പോ നേരെ അങ്ങ് പോവല്ല. എവിടെ ഞാൻ ശാർക്കിനെ പോണു, അല്ലെങ്കിൽ ഞാൻ അവിടെ പോണു ഇവിടെ പോണെന്ന് പറഞ്ഞാൽ ലോകം മൊത്തം ടൂർ പോകും. വേറൊരാളാണെങ്കിലോ കുഴപ്പണത്തോട് നേരെ അങ്ങ് അടിക്കും. ഇവിടെ എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോ. വേറൊരുത്തിയാണെങ്കിൽ പിന്നെ ചെന്നൈയില്, അവളവിടെ അങ്ങ് സേഫ്. അപ്പൊ ഇവളുടെ കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കിക്കൊണ്ടിരുന്ന നേരെ ഞാൻ തന്നെ ആണോ? എന്നിട്ട് ഇപ്പം ഞാൻ അവിടെ സ്കൂളിൽ പോയുള്ള കാര്യങ്ങൾ തിരക്കിയപ്പോൾ തന്നെ അമ്മായും ചേച്ചി എന്റെ അടുത്ത് ദേഷ്യപ്പെടുന്ന. ആ ശരി, ഇതിലൊക്കെ ആവട്ടെ. അളിയാ, ടീച്ചർ എല്ലാ കാര്യങ്ങളും നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്നാണ് എന്റെ അടുത്ത് പറഞ്ഞത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പകുതി അവൻ വിഴുങ്ങി കാണും. അമ്മായിക്ക് എന്തിനാ അമ്മായി പ്രശ്നം? എടാ അമ്മായിക്ക് പ്രശ്നമൊന്നും ഇല്ല. ആദ്യം സ്കൂളിലേക്ക് ഒരാൾ പോയി, കുറച്ച് കഴിഞ്ഞപ്പോ അടുത്ത ആള് പോയി. അപ്പൊ ടീച്ചർ എന്ത് വിചാരിക്കും? ഇവരുടെ കാര്യമൊന്നും നമ്മുടെ വീട്ടിൽ പ്രോപ്പറായിട്ട് ഡിസ്കസ് ചെയ്യാറില്ലെന്നല്ലേ വിചാരിക്കുള്ളൂ. ഓ പിന്നെ ടീച്ചർ ഇപ്പൊ അങ്ങനെ വിചാരിക്കാൻ പോകുന്നു. ടീച്ചർ അങ്ങനെ ചിന്തിക്കത്തൊന്നുമില്ല. നമുക്ക് കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്നേ വിചാരിക്കത്തുള്ളൂ. അല്ലേ അളിയാ? തന്നല്ലേ? ആ ഒന്നുമില്ല, ഞാൻ പോയി പാറിന്റെ അന്വേഷിച്ചു, ഞാൻ തിരിച്ചു വന്നു. ഇത്രേ ഉള്ളൂ, കഴിഞ്ഞു. നിങ്ങൾക്കൊണ്ടാ ഞാൻ പറയുന്നത് ഞാൻ സ്കൂളിൽ പോകുന്നില്ല. വേണ്ടട്ടോ. ഇതിനുള്ള മറുപടി ഞാൻ പിന്നെ തരാം. ആദ്യം മേലൊക്കെ കഴുകി ഡ്രസ്സൊക്കെ മാറി വെറുതെ കഴിക്കാൻ നോക്ക്. ചെല്ല്, എന്നാ ബാഗ് കൊണ്ടു. One, two, three, 4, 5, 6, 7, 8, 9, 10. ആ കറക്റ്റ്. കലൂസ് ആരാ പഠിപ്പിച്ചെന്ന്? കുഞ്ഞുമ്മയോ? പാറോളിയാ, ബാക്കി പഠിപ്പിക്കണം കേട്ടോ. പറക്കുഞ്ഞമ്മയ്ക്ക് വേറെ ഒന്നും അറിയത്തില്ല, 10 അറിയത്തുള്ളൂ. 10 വരെ അറിയത്തുള്ളൂ. ബാക്കി ഞാൻ പഠിപ്പിച്ചോട്ടെ. 11, 12, 13, 14, 40. ബാക്കി പറ. 15. അതിനിടയ്ക്ക് ഒരെണ്ണമുണ്ട്. 15. ആ ബാക്കി കണ്ടിന്യൂ. 60. ആ ഉണ്ണിയപ്പം റെഡി. ഉണ്ണിയപ്പം. ആ ഉണ്ണിയപ്പം കഴിക്കാം. അമ്മമ്മേ ഉണ്ണിയപ്പം എടുക്ക്. തന്നെ എന്നാ, കേട്ടങ്ങനെ ഉണ്ടെന്ന് അമ്മായി വേണ്ടാ പിന്നെ കഴിക്കാം. ലിച്ചൂസേ, ഓ ഉണ്ണിയപ്പം ഒന്നും പറയില്ല, പൊളി. കൊറേ നാളായി ഇതൊക്കെ കഴിച്ചിട്ടേ. വീട്ടിലുണ്ടാക്കിയ ഉണ്ണിയപ്പം എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ അല്ലേ? പിന്നെ അല്ല. சித்து உனக்கு உண்ணியப்பம் ரொம்ப பிடிக்குமா? പിന്നെ സിദ്ധുവിന് ഉണ്ണിയപ്പം ഇഷ്ടാണ്, കുഴലപ്പം ഇഷ്ടാണ്, വട്ടയപ്പം ഇഷ്ടാണ്, അച്ചപ്പം ഇഷ്ടാണ്, ഹൽവ ഇഷ്ടാണ്. ഓ സിദ്ധുവിന്റെ എല്ലാ ഇഷ്ടങ്ങളും നിനക്കറിയാലോടെ. പിന്നെ അല്ല. അങ്ങനെ ആ നല്ല ഭാര്യമാര്. എന്റെ മോന്റെ എന്തെങ്കിലും ഇഷ്ടങ്ങൾ നിനക്കറിയാവോ? അമ്മ, ശ്രീക്ക് എന്താണ് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടമെന്ന് അമ്മയ്ക്കറിയാമോ?
അമ്മായി പറ, മാമൻ എന്താണ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടം? ശ്രീക്ക് ഏറ്റവും ഇഷ്ടം എന്നെയാണ്. അത് കഴിഞ്ഞിട്ടേ ശ്രീക്ക് ലോകത്ത് എന്തോ ഉള്ളൂ. എന്നും വിചാരിച്ചോണ്ടിരുന്നാ മതി. ഓ, ഞാൻ പറഞ്ഞ ഇഷ്ടപ്പെട്ടില്ലായിരിക്കും. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, ഇപ്പൊ ശ്രീയെ വിളിച്ചൊന്ന് ചോദിച്ചു നോക്കാം ആരെയും ഇഷ്ടമൊന്നും. വിളിക്കാം. ശ്രീ പറയാ എന്നെയാണ് ഇഷ്ടമെന്ന്. വിളിക്കാത്ത അമ്മായിയമ്മ വരുമ്പോൾ തല്ലാവോ അവസാനം? എന്തിനാണ് ഇവിടെ എത്ര വലിയ സംസ്ഥാന സമ്മേളനം? ഉണ്ണിയപ്പോ എട്ടിവിടെ സിദ്ധുവിന് വേണ്ടി ഉണ്ടാക്കിയതാ. അല്ല, സിദ്ധുനെ ഉണ്ണിയപ്പം ഭയങ്കര ഇഷ്ടം, അപ്പൊ അതുകൊണ്ട് ഉണ്ടാക്കിയതാന്ന് പറഞ്ഞ. അല്ല, ഇതേപോലെ എനിക്ക് ഇടക്കിടയ്ക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കി തരാത്തെന്ത്? അതിന് നീ ചോദിച്ചില്ലല്ലോ. ചോദിച്ചില്ല. ശരി, എന്നാ പിന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയപ്പോ എന്നെ വിളിക്കാൻ എന്ത്? നീ ഇവിടെ ഇല്ലായിരുന്നല്ലോ. ഫോൺ വിളിക്കായിരുന്നല്ലോ. പിന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയ കാര്യമല്ലേ ഫോൺ വിളിച്ച് പറയാൻ പോണത്. പോടാടോ മോനെ, എവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞോണ്ടിരിക്കും. മോൻ എന്തെങ്കിലും വേണമെങ്കിൽ അമ്മൂമ്മയോട് പറഞ്ഞാൽ മതി, അമ്മൂമ്മ ഉണ്ടാക്കി തരാം കേട്ടോ. ഓക്കെ അമ്മൂമ്മ. ഡാളിയാ എടുത്ത് കഴിക്കും. വേണ്ടളിയാ, ചെറിയൊരു പല്ല് വേദന. നല്ല സോഫ്റ്റാ, പല്ല് നല്ല ഹാർഡാ. അളിയൻ തന്നെ കഴിക്ക്. அம்மா இந்த உண்ணியப்பம் ரொம்ப சாஃப்டா இருக்கு. இது எப்படி செய்யறதுன்னு ரெசிபி சொல்லி கொடுக்கணுமே. ഓ പിന്നെന്താ ചൊല്ലി കൊടുക്കാമല്ലോ. സിദ്ധുവിന് ഹൽവ ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞേ? നമുക്ക് ഹൽവ ഉണ്ടാക്കിയാലോ? அப்படின்னா திருநெல்வேலி ஹல்வா உண்டாக்கலாமா? ആ, എന്നാ തിരുനെൽവേലി ഹൽവ ഉണ്ടാക്കാം. ചേച്ചിക്ക് അറിയാലോ? ஆமா ஆமா, நல்லா செய்வேன். അളിയാ അളിയാ, നീ എങ്ങോട്ടാ പോകുന്നേ? ഞാനാ കോളേജില് ആർട്സിന്റെ പരിപാടി നടക്കണം. അപ്പൊ ഞാൻ അവിടുന്ന് മാറി നിന്നാ ശരിയാവൂല. ഞാൻ അവിടെ പോയി നിൽക്കാം. അവിടെ പോയി നിൽക്കാനാ? കോളേജ് ഹോസ്റ്റലില് കുറച്ചു ദിവസം കഴിഞ്ഞിട്ടേ തിരിച്ചു വരുള്ളൂ. കേശമാമൻ പോണു മക്കളെ. കേശമാമൻ പോയിട്ട് പിന്നെ വരാം. നീ എന്നിട്ട് പോന്നവരൊന്നും നേരത്തെ പറഞ്ഞില്ലല്ലോ. അത് എനിക്ക് പെട്ടെന്നാ ഓർമ്മ വന്നെ, അതുകൊണ്ട് തീരുമാനമൊക്കെ പെട്ടെന്നായിരുന്നു. പോകുന്നതൊക്കെ കൊള്ളാം, വണ്ടി എടുക്കണ്ടാട്ടാ. അല്ല, വേറെ ഒന്നും കൊണ്ടല്ലേ, ഇവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വണ്ടിയുടെ ആവശ്യം വന്നല്ല. സിദ്ധുവിന് ചിലപ്പോൾ പുറത്തൊക്കെ പോകേണ്ട വല്ല ആവശ്യം വരുമായിരിക്കും. എത്തിയിട്ട് വിളിക്കണേ. നിനക്കും എന്നാ വേണ്ട എടാ. പോട്ടാ. അനിയാന്നിൽ എന്ത് ചേച്ചി? എന്താ നീ നിന്റെ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല, പോണ അത്ര. ഞാനേ കാരണം നോക്കി ഒരെണ്ണം കൊടുത്താലേ. നോ വയലൻസ്, നോ വയലൻസ്. അളിയാ അളിയന്റെ പ്രശ്നമൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. എന്ത് പ്രശ്നം? കേശുവേ, ഓ, നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നു ഞാൻ ജന്മത്ത് വിചാരിച്ചിട്ടില്ല. അളിയാ, ഞാൻ കൂടിപ്പോയി കഴിഞ്ഞ ഒരു 1.5 മാസം ഇവിടെ ഉണ്ടാവും. അതുവരെ ഞാനൊന്ന് കയറി വിറകട്ടാ. അങ്ങനൊന്നും ഇല്ലല്ലേ. എങ്ങനെയൊന്നും ഇല്ല അളിയാന്ന്. അളിയാ, ഇവിടെ നീ കഴിഞ്ഞേ ബാക്കി എല്ലാരും ഉള്ളൂ. എന്തിനാടാ കൂടുതൽ പറഞ്ഞത്? ലെച്ചൂസിന് പോലും നീയാണ് മെയിൻ. ഇങ്ങനെ കൂടി പോയ 2 മാസം കൂടെ ഇവിടെ കാണും. ആ 2 മാസം ഇങ്ങനെയാണ് ഇവിടുത്തെ മെയിൻ. ഇങ്ങനെ അങ്ങ് വിചാരിച്ചോട്ടേടാ. അത് ഫീൽ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ കിടന്ന് പെടാപ്പാട് വിടുക. അതിന്റെ ഇടയിലാണ് നിന്റെ ഒരുമാതിരി വൃത്തികെട്ട കോംപ്ലക്സ് ബാഗ് എടുത്തോണ്ടുള്ള ഒരു പോക്കും. പിന്നെ സിധു നേരത്തെ പറഞ്ഞില്ലേ, ഈ വീട്ടിലുള്ളവർക്കും എനിക്കും
നീ കഴിഞ്ഞിട്ടേ സിദ്ധു ഉള്ളൂ. എന്തിന്? ആ കല്ലുന് പോലും. ശരിക്കും പിന്നെ അല്ലാണ്ട് ആ അതങ്ങനെ തന്നെ ആയിരിക്കൂലേ. അളിയാ ഏ? അതിനുണ്ണിപ്പം വേണ്ടേ? ഇതൊരു ചോദ്യം അളിയാ. പിന്നെ വേണ്ടേ? അകത്തുനിന്ന് ഗുമുകുമാന്നുള്ള മണം അടിച്ചിട്ടുണ്ടല്ലേ, കടിച്ചു പിടിച്ചിട്ടാണ് ഇറങ്ങി വന്നത്. വീട്ടുകാർ സ്നേഹം കാരണം ഒരു മനുഷ്യനെ എങ്ങോട്ടും വിടത്തുമില്ല. കഴിച്ചോ? മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി.